കേരളത്തിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തവും പ്രാധാന്യമേറിയതുമാണ് കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണ് കൊല്ലത്തെ മേജർ പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്താറുള്ളത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ പത്മന പഞ്ചായത്തിലാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാമുദായിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയുടെയും ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമമാണ് പത്മന. 600 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിൽ പത്മന എന്ന നാമധേയത്തെ പ്രതിപാദിക്കുന്നുണ്ട്. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുടിയേറിയ നമ്പൂതിരിമാരുടെ പിന്മുറക്കാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അഞ്ചുമന അഥവാ പന്മന. അഞ്ചുമനയ്ക്കൽ കോവിലകം പണ്ടുണ്ടായിരുന്ന 5 അഗ്രഹാരങ്ങളുടെ കോവിലകമാണ്. ഈ മനകളുടെ തേവാരമൂർത്തിയായിരുന്നു സുബ്രഹ്മണ്യ ഭഗവാൻ. പന്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിൽ കോലത്ത് കരക്കാർ സമർപ്പിച്ച തിരുമുൽ കാഴ്ചയാണ് പന്മനപൂരം. ഇന്ന് പന്മനപൂരം ഏറെ പ്രസിദ്ധമാണ്. വർഷത്തിൽ 2 തവണ കൊടിയേറി 11 ദിവസം ഉത്സവം നടത്തുന്ന ഖ്യാതിയും പന്മനയ്ക്കുണ്ട്. ഭഗവാന്റെ തിരുനാളായ മകരത്തെ തൈപ്പൂയം ഏറെ പ്രാധാന്യത്തോടെ തൈപ്പൂയ മഹോത്സവമായി ആഘോഷിച്ചു വരുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മകരത്തിലെ തൈപ്പൂയത്തിനായി ക്ഷേത്രത്തിലെത്തുന്നത്. താഴമൺ മഠത്തിനാണ് പത്മന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തന്ത്രാവകാശം. പന്മന ക്ഷേത്രം എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 13 ഉത്സവമാണ്. 12 ഷഷ്ടിയുണ്ട്. അതുകൂടാതെ പിന്നെ 9 മാസം കരകളുടെ 11 ദിവസത്തെ കരകളുടെ ഉത്സവമുണ്ട്. ഇവിടുത്തെ പൂജകളെന്ന് പറഞ്ഞാൽ മുരുകനാണ്. മുരുകൻ എന്ന് പറയുന്നത് പരമശിവൻ്റെ പുത്രനാണ്. ഗണപതിയും മുരുകനും 2 പേരാണ് പുത്രന്മാരായിട്ട് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ അഭിഷേകം, അത് കഴിഞ്ഞ് രാവിലത്തെ ശീവേലി, അത് കഴിഞ്ഞ് ഉച്ച ശീവേലി, അത് കഴിഞ്ഞ് അടച്ചാൽ 5 മണിക്ക് വീണ്ടും തുറക്കും. 3 പൂജയും 3 ശീവേലിയുമാണിവിടെ. ഗണപതി ഹോമം, പഞ്ചാമൃതം, പായസം, കടല നിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാട്. മൂഢ വഴിപാടാണ് മറ്റൊരു പ്രത്യേകത. സുബ്രഹ്മണ്യ ഭഗവാന് മൂഢ വഴിപാട് നടത്തിയാൽ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ഒരു നാടിനു മുഴുവനും ശാന്തിയും സമാധാനവും ഐശ്വര്യവും പകർന്നുകൊണ്ട് പത്മന തമ്പുരാനായ സുബ്രഹ്മണ്യ ഭഗവാൻ പത്മന ഗ്രാമത്തിന്റെ ഉടയ തമ്പുരാനായി വാണരുളുകയാണ്. ന്യൂസ് മലയാളം, കൊല്ലം.